ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആര്യ താമരപ്പള്ളീസ് വ്ലോഗ്. അപ്പോൾ ഞാനിപ്പോൾ ഇല്ലത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നിവിടെ എഴുന്നള്ളിച്ച് വരലും പിന്നെ എൻ്റെ മുത്തശ്ശൻ്റെ ചാത്തമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വ്ലോഗാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെയൊക്കെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോകാറായിട്ടില്ല, അതുകൊണ്ട് അമ്പലത്തിൽ പോയില്ല കേട്ടോ. അപ്പോൾ അടുക്കളയിൽ തിരക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ പുറത്ത് വന്നിട്ട് ജസ്റ്റ് ഇൻട്രോ പറയാണ് കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ടാവും. 8:30 ആവണുള്ളൂ, 8 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് ഇവിടെ, നല്ല കാറ്റുണ്ട് കേട്ടോ. അമ്പലപ്പുഴയേക്കാളും ഭയങ്കര കാറ്റുണ്ട് ഇവിടെ. എന്തായാലും അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ലോഗ് എന്താന്ന് നോക്കാം. ഇതെന്തിനുള്ളതായി പാല്? ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാ മുത്തശ്ശൻ്റെ ചാത്തമാണ് കേട്ടോ. മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ. ഞാൻ കണ്ടിട്ടില്ല മുത്തശ്ശനെ. അപ്പോൾ മുത്തശ്ശൻ്റെ മരിച്ചിട്ടുള്ള ചാത്തമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് എല്ലാം നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മളിത് തെക്കിണി എന്നാണ് പറയുക, തെക്കിണിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ മുത്തശ്ശിയും കിങ്ങിണിയും ഒക്കെ ഉണ്ട് ഇവിടെ. ആരുടെ ചാത്ത? ആ, എത്ര വർഷമായി മരിച്ചു? പിന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. സാധനത്തിന് കുട്ടിയല്ലാത്തവരൊക്കെ വന്നിട്ടുണ്ട്. കുട്ടികളെ കുട്ടിയല്ലേ. ആ, മുത്തശ്ശിക്ക് അപ്പം ഇങ്ങനെ ക്യാമറയിൽ നോക്കി പറയാനൊക്കെ ഒരു പരിങ്ങലാണ് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളധികം മുത്തശ്ശിയെ കൊണ്ട് പിന്നെ അധികം സംസാരിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇതാ എല്ലാം ക്രിയകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛനും പിന്നെ എൻ്റെ അനിയപ്പൻ, അതായത് അച്ഛൻ്റെ അനിയനും എല്ലാവരും കൂടിയിട്ടാണ് എല്ലാം നടത്തുന്നത്. അപ്പോൾ ഇത് ചാത്ത ഉണ്ണലാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് മധുവേട്ടനാണ് കേട്ടോ. അതൊക്കെ എൻ്റെ റിലേറ്റീവ്സ് തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് സദ്യ പോലെ നമ്മൾ ചാത്ത ഉണ്ണാൻ വേണ്ടിയിട്ട് കൊടുക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നമ്പൂതിരി ബ്രാഹ്മൺ സ്റ്റൈലിലുള്ള ഊണാണത്. പുളിശ്ശേരിയും പിന്നെന്താ മെഴുക്ക് വരട്ടി അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെന്താ പഴം പുഴുങ്ങിയത്, പപ്പടം ഉണ്ടാവില്ല കേട്ടോ. ഇത് ചാത്ത ഉണ്ണലിന് പപ്പടം ആരും വിളമ്പാറില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ഇഡലി വെച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി എല്ലാവരുടെയും ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവർക്കും ഫുഡ് കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം പോയിട്ട് ഇഡലി വേഗം ഒരു ട്രിപ്പ് അങ്ങ് പോയിട്ട് വെച്ചു കേട്ടോ, അടുക്കളയിൽ പോയിട്ട്. അപ്പോൾ ഇതാ വീണ്ടും നമ്മൾ എല്ലാവരും, അപ്പോൾ ഇതാ ഇവിടുത്തെ ക്രിയകളുണ്ട്. അപ്പോൾ പെണ്ണുങ്ങൾക്ക്, അതായത് വന്ന് കയറിയവർക്കും അമ്മയും ചെറിയമ്മയാണ് ഇത്. അവർ വന്ന് കയറി അവർക്കും ഉണ്ട്. പിന്നെ അപ്പുറത്ത് ഇരിക്കുന്നത് ശ്രീജമ്മായി, അതായത് മകളാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് 3 പേർക്കും ഉണ്ട് ചടങ്ങും ക്രിയകളും. അപ്പോൾ അവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം മുത്തശ്ശിക്കും ഉണ്ട്. മുത്തശ്ശിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇരിക്കാനൊക്കെ. അപ്പോൾ അതാണ് ഇങ്ങനെ 2 കാലും നീട്ടി വെച്ചിട്ടൊക്കെ ഇരിക്കണത്. മുത്തശ്ശിക്ക് കാലുവേദനയും ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട്, കാരണം മുകളിലേക്ക് കയറാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങനെ സൈഡിലായിട്ട് വെച്ചേക്കണത് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയും ക്രിയകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാത്തവൂട്ടലും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയുടെ കഴിഞ്ഞ് ഇനി അച്ഛനും അനിയപ്പനും എല്ലാവരും ചെയ്യുന്നുണ്ട്. മുത്തശ്ശിയുടെ കഴിഞ്ഞു. ഇതിപ്പോൾ എൻ്റെ അച്ഛനാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് മുത്തശ്ശൻ്റെ മകൻ. അവർ മുത്തശ്ശൻ്റെ മകനും മകളും ഭാര്യയും മരുമക്കളും എല്ലാവരും ചെയ്യണം. അവർക്ക് ഓരോ ടൈപ്പ് ക്രിയകളാണുള്ളത് കേട്ടോ. അപ്പോൾ അത് അച്ഛനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കഴിഞ്ഞാൽ ഇനി അപ്പൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അനിയനെ ഞങ്ങൾ അപ്പൻ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ അനിയൻ എന്നാണ് എല്ലാവരും വിളിക്കുക, അതുകൊണ്ട് അനിയപ്പൻ എന്ന് പേര് വന്നു. അപ്പോൾ അച്ഛൻ്റെ അനിയനും ഇതാണ് അനിയപ്പൻ സൈഡിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞത് ഇവരുടെ ക്രിയകളും ഏകദേശം കഴിയാറായി. അമ്മയും ചെറിയമ്മയും ശ്രീജമ്മായി എല്ലാവരുടെയും കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ ചാത്തകൂട്ടലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയുക. ഈ രീതിക്ക് തന്നെയാണോ നിങ്ങളും ചെയ്യാറ്? അങ്ങനെയാണെങ്കിൽ അത് പറയാം കേട്ടോ. അതിനുശേഷം ഇതാ ചാത്ത ഊട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി കാക്കേനെ കൊട്ടി വിളിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ അതിനുശേഷം ഇനി ഒരു ദാനമൊക്കെ നടക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ഒരു ക്രിയകൾ തന്നെയാണ് കേട്ടോ. എല്ലാം നമ്മുടെ ബ്രാഹ്മൺ സ്റ്റൈലിലൊരു ക്രിയയാണ് ഇതെല്ലാം. ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കണില്ല, നിങ്ങൾ കണ്ടോളൂ ഇതൊക്കെ കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ ആർദ്രക്കുട്ടീനെ വിളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സ്കൂളിൽ പോകാനായിട്ട്. അപ്പം ഞാൻ 5th തൊട്ട് 10th വരെ പഠിച്ച എൻ്റെ സ്കൂളിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഭാരതി വിദ്യാഭവൻ എന്നാണ് സ്കൂളിൻ്റെ പേര്. അപ്പം അത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം പരിചയമുള്ള ആരും ഇല്ല അവിടെ. ടീച്ചേഴ്സ് ആയാലും കുറേ പേര് പോയി. അങ്ങനെ ഇപ്പോൾ പരിചയമുള്ളവരൊന്നും ഇല്ല. സ്കൂൾ ആകെ മാറി. ഞങ്ങൾ പഠിച്ച പോലത്തെ സെറ്റപ്പ് ഒന്നുമല്ല, ഇപ്പോൾ വൺ സെറ്റപ്പായി. അപ്പോൾ സ്കൂള് കാണിച്ചു തരാം. ആർദ്രക്കുട്ടീനെ ഉച്ച കഴിഞ്ഞിട്ട് കൊണ്ടുപോകാനാണ്. അപ്പം ഞാനും കുട്ടനും കൂടിയിട്ടാണ് വന്നേക്കണേ. ഓക്കെ, അപ്പോൾ ഇത് സ്കൂളിൽ എത്താറായി. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതാണ് എൻ്റെ സ്കൂളാണ് കേട്ടോ. ഇത് ഭാരതി വിദ്യാഭവൻ. ഇവിടെയാണ് ഞാൻ 10th വരെ പഠിച്ചത്. ഒരുപാട് ഓർമ്മകളുള്ള സ്കൂളാണ് കേട്ടോ. അപ്പോൾ ഇതാ ആകെ മാറിയിട്ടുണ്ട്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഞങ്ങൾ പഠിക്കുമ്പോൾ ഇത്രയും സെറ്റപ്പൊന്നുമില്ല. എന്തായാലും ഇവിടേക്ക് വന്നപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ഞാനുള്ളപ്പോഴത്തെ ഒരു ആയ ഉണ്ടായിരുന്നു. പേര് ഞാൻ എടുത്ത് പറയാം വേണ്ട, അല്ലെങ്കിൽ പിന്നെ അവർക്കതൊരു ബുദ്ധിമുട്ടാവും. എന്തായാലും ആവട്ടെ, ആ ചേച്ചീനെ കണ്ടപ്പോൾ ഇത്രയും നാളും കൂടി കണ്ടതാണ് ആ ചേച്ചി ചോദിക്കുന്നത് സുഖമാണോ, അല്ലെങ്കിൽ എങ്ങനെയുണ്ട്, സുഖമാണോ, അതൊന്നും ചോദിക്കണ്ട. ചേച്ചി ഫസ്റ്റ് തന്നെ പറഞ്ഞത് വീണ്ടും വണ്ണം വെച്ചുല്ലോ എന്ന്. അതാണോ നമ്മുടെ ഈ നാട്ടിലാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം. ഞാൻ വണ്ണം വെച്ചുകൊണ്ട് ആ ചേച്ചിക്ക് എന്താണാവോ പ്രശ്നം. ആ ചേച്ചി ഇത്രയും കാലമായിട്ട് എൻ്റെ സ്കൂൾ ബസ്സിൽ ആ ചേച്ചിയാണ് എന്നെ കയറ്റിക്കൊണ്ടിരുന്നത്. നല്ലൊരു ചേച്ചി. അന്നും കുറച്ചൊരിതൊക്കെ ആയിരുന്നു. ആ ചേച്ചി ഫസ്റ്റ് പറയുന്നത് വണ്ണം വെച്ചുല്ലോ എന്നാണ്. നമ്മുടെ ഈ നാട് ഒരിക്കലും പുരോഗമിക്കാൻ പോകുന്നില്ല. വാട്ടെവർ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ആർദ്രക്കുട്ടീനെ സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഇനി അടയ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ അടുത്തൊരു അമ്പലമുണ്ട്, അയ്യപ്പൻകാവ് അമ്പലം. എൻ്റെ അച്ഛനാണ് അവിടെ തന്ത്രം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എഴുന്നള്ളിച്ച് വരലാണ് അടുത്തത്. അയ്യപ്പനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അടയാണ് ഉണ്ടാക്കുന്നത്. കുറേ അട ഉണ്ടാക്കണം. ഒരു ചെമ്പ് നിറച്ച അട ഉണ്ടാക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അമ്മാവനാണ് അടപ്പണി. അമ്മാവൻ മാത്രമല്ല, എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും എന്താ പറയുക, ഇത് കുളിച്ച് ശുദ്ധമായിട്ട്, അതായത് കുളത്തിൽ പോയിട്ട് കുളിച്ച് ശുദ്ധമായിട്ട് വേണം അട ഉണ്ടാക്കാൻ. അപ്പോൾ അതിപ്പോൾ അട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് അടയുടെ ഉള്ളിൽ വെക്കാനുള്ള കൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ശർക്കര ഒന്ന് ഉരുകി തുടങ്ങിയതിന് ശേഷം വേണം നമ്മൾ പഴം അരിഞ്ഞിടാൻ. നേന്ത്രപ്പഴം നല്ല കട്ട് ചെയ്തിടണം, എന്നാലേ അത് വേവുള്ളൂ കേട്ടോ. ശർക്കരയുടെ ഒപ്പം തന്നെ പഴം ഇട്ടാൽ ഒരു യോജിപ്പ് വരില്ല. അതിന് ശേഷം നമ്മളിതാ ചിരകിയ നാളികേരമാണ്. ചിലവർ അവിലൊക്കെ ഇടും, പക്ഷെ നമ്മൾക്കിത് അയ്യപ്പന് നെയ്തിക്കാനുള്ളൂ. നമ്മളങ്ങനെ അതൊന്നും ഇടണില്ല. നല്ല ചിരകിയ നല്ല നാളികേരമൊക്കെ ഇടുകയാണ്. അപ്പോൾ നാളികേരം ചിരകിയ ഒരു പ്രോസസ്സ് തന്നെയായിരുന്നു. പിന്നെ മെഷീനുള്ളതുകൊണ്ട് മെഷീനിലാണ് ചിരകിയത് കേട്ടോ. അപ്പോൾ നാളികേരം ചിരകിയിട്ട് അതും ഇട്ടിട്ടുണ്ട് നമ്മുടെ ആ മിക്സിലേക്ക്. ഇനി അതെല്ലാം ഇപ്പം എടുത്ത് കളഞ്ഞത് നാളികേരത്തിൻ്റെ നാരാണ് കേട്ടോ, അല്ലാതെ മുടിയൊന്നുമല്ല, ആരും തെറ്റിദ്ധരിക്കരുതേ. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്യണം. ഇനി അതിങ്ങനെ ഇളക്കി അങ്ങ് യോജിപ്പിച്ച് നല്ല കൂട്ടായിട്ട് ഇങ്ങനെ വരും. അത് കുറച്ച് നേരം അടുപ്പിൽ അങ്ങ് കിടന്ന് അതൊന്ന് വറ്റി കുറച്ച് ഡ്രൈ ആയിട്ട് വരണം. സത്യം പറഞ്ഞാൽ എനിക്കിത് ഉണ്ടാക്കണ കാണുമ്പോൾ ആ മണമൊക്കെ അടിക്കുമ്പോൾ തന്നെ നല്ല എന്താ പറയുക കൊതി വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ പാടില്ല. നമുക്ക് നേദിക്കാനുള്ളതല്ലേ, ഭഗവാന് കൊടുത്തിട്ടാണ് നമ്മളത് കഴിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതിങ്ങനെ നല്ല പോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും നല്ല സ്മെല്ലാണ്. പ്രത്യേകിച്ച് ഈ പായസമൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് ചുക്കുപൊടി ജീരകപ്പൊടിയൊക്കെ ഇടും കേട്ടോ. അപ്പോൾ അതും ഇടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല പോലെ ഇളക്കുകയാണ് കേട്ടോ.
നിങ്ങൾക്കിത് കാണുമ്പോൾ കൊതിയാവുന്നുണ്ടോ? എനിക്ക് എന്തായാലും ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് വോയിസ് ഓവർ ചെയ്യുമ്പോഴും എനിക്ക് അന്നത്തെ അടയുടെ ടേസ്റ്റ് ആലോചിച്ചിട്ട് ഇപ്പോഴും കൊതിയാവുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂട്ടൊക്കെ റെഡി ആയി. ഇനി അട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്ലാവിലയിലും വാഴയിലയിലുമാണ് നമ്മൾ അട ഉണ്ടാക്കണേ. അപ്പോൾ ഫസ്റ്റ് വാഴയിലയിൽ നമ്മൾ മാവുണ്ടല്ലോ, അപ്പോൾ മാവ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ലൂസായിട്ടാണ്. കുറേ പേരൊക്കെ അട എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല കട്ടിക്ക് അങ്ങനെ പരത്തി വയ്ക്കുക. അങ്ങനെയല്ല, നമ്മൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ മാവ് അങ്ങ് ലൂസാക്കി എടുത്തിട്ട് അത് എന്നിട്ട് ഇലയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് പിന്നെയാണ് നമ്മൾ കൂട്ട് വെച്ചിട്ട് അത് നന്നായിട്ട് മടക്കണം. ഇവരുടെ സ്പെഷ്യൽ രീതിയിൽ അത് മടക്കുക, ഇല്ലെങ്കിൽ അത് ഊർന്ന് മറ്റേ ഇതിൽ വെക്കുമ്പോൾ അത് പോകും കേട്ടോ. അപ്പോൾ അത് അട ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ കുറേ അടയുണ്ട്. അപ്പോൾ ഇത് പ്ലാവിലയിലുള്ള അടയാണ് കേട്ടോ, ചക്കയുടെ ഇല ഞാൻ പറയണ്ടല്ലോ, പ്ലാവിലയിലുള്ള അടയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല പണിയാണ് കേട്ടോ സത്യത്തിൽ. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ടാണ് ഇത് ചെയ്യണേ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആയിട്ടില്ല, ഞാൻ പീരീഡ്സ് ആയിട്ട് അങ്ങനെ വന്നിട്ടേ ഉള്ളൂ. എനിക്കൊന്ന് 5th or 6th ഡേ ആണ്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാനൊന്നിലും കൂടാത്തത്. നിങ്ങൾ വിചാരിക്കരുത് ആര്യ വന്നിട്ട് ഒന്നിലും കൂടുന്നില്ല, അങ്ങനെയല്ല, എനിക്ക് ആയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് അമ്മാവൻ അണിഞ്ഞതാണ് കേട്ടോ, പറ വരുമ്പോൾ അണിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ചെമ്പൊക്കെ എടുത്തിട്ട് ഇനി ഇത് അടുപ്പിൽ വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പുറത്താണ് നമ്മൾ അടുപ്പ് കൂട്ടിയേക്കണത്. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ മറ്റേ അടയ്ക്കുള്ള മിക്സ് ഉണ്ടാക്കി, അതേ സെയിം അടുപ്പിലാണ് ഇതിനി വേവാൻ വേണ്ടിയിട്ട് വെക്കുക. അത് കഴിഞ്ഞ് വെന്തിട്ടാണ് നമ്മൾ അതെടുത്ത് നേദിക്കലൊക്കെ വരിക. അപ്പോഴേക്കും എഴുന്നള്ളിച്ച് പറയൊക്കെ എഴുന്നള്ളിച്ച് വരും. അങ്ങനെയാണ്. അപ്പോൾ ഇത്രയും വലിയ ചെമ്പിലാണ് അട നമ്മൾ വെക്കണത്. പുറത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് പുറത്ത് അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിനായിട്ട് ഇങ്ങനെ ഒരു അടുപ്പ് പണിയിച്ചതാണ് കേട്ടോ പുറത്ത്. കാരണം കുറേ ആവശ്യങ്ങൾ നമുക്ക് ഇതുപോലെ വരും, ഓരോ കാര്യത്തിനുമായിട്ട്. പിന്നെ എന്താ പറയുക, പാട്ട് ഞാൻ ആദ്യം ഇട്ടിരുന്ന വ്ളോഗൊക്കെ കണ്ടില്ലേ, അപ്പോൾ അതിനൊക്കെ ആവശ്യം വരും, അതിനാണ് കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ അമ്മാവൻ, അതായത് അമ്മയുടെ അനിയനാണ്. അപ്പോൾ ഇത് അമ്മാവൻ അണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സ്പെഷ്യൽ, ഞങ്ങളിങ്ങനെയല്ല അണിയാറ്, പക്ഷെ അമ്മാവൻ്റെ ഈ അണിയിൽ സൂപ്പറായിട്ടുണ്ട്. നല്ല സ്പെഷ്യൽ രീതിക്കാണ് അമ്മാവൻ അണിഞ്ഞുകൊണ്ടിരിക്കണേ. അതും ഈ പറഞ്ഞ പോലെ അരിപ്പൊടി നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കലക്കിയിട്ട്, അതുകൊണ്ടാണ്. അതായത് വല്ലാതെ ലൂസാവരുത്, കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിലായാലും നമുക്ക് ഇങ്ങനെ അണിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അമ്മാവനൊരു ഗണപതിനെ പോലത്തെ വരച്ചു. എനിക്കത് ഭയങ്കര ഇഷ്ടമായി, ഒരു കുട്ടി ഗണപതി, നല്ല രസമുണ്ട് കേട്ടോ, നല്ലൊരു അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പറയൊക്കെ വരുന്നുണ്ട് കേട്ടോ.
ഓക്കെ, അപ്പം നമ്മുടെ പരിപാടികളും അതായത് പറയെഴുന്നള്ളിച്ച് വരലൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ് കേട്ടോ. എല്ലാവരും തിരിച്ചു പോവാണ്. അപ്പം ഇതാ കിങ്ങിണിക്ക് ആനേനെ തൊടണം എന്നൊക്കെ പറഞ്ഞാൽ ആ പരിസരത്ത് ഇപ്പോഴും ഉണ്ടായിരുന്ന ആനയ്ക്ക് അടയൊക്കെ കൊടുത്തു കേട്ടോ കിങ്ങിണി. അപ്പോൾ ഇനി നെക്സ്റ്റ് അട കഴിക്കലാണ്. നമ്മൾ കൊതിച്ചിരിക്കുകയാണ് അട കഴിക്കാൻ. എന്താണെന്നറിയില്ല, ഈ ഒരു ടൈമിലത്തെ ഈ ഒരു എഴുന്നള്ളിച്ച് വരണുണ്ടാക്കണ അടയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ കിങ്ങിണി ആനേനെയൊക്കെ തൊട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്, കണ്ടോ. അവൾക്ക് പേടിയുണ്ട്, എന്നാൽ ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ അവൾ പോയി തൊട്ടു, മധുവേട്ടൻ്റെ കൂടെ പോയി തൊട്ടു കേട്ടോ. അപ്പോൾ അതാ ഇനി നമ്മുടെ ഇന്നത്തെ ഇങ്ങനൊരു കുഞ്ഞ് വ്ളോഗേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഞാൻ ജസ്റ്റ് അത് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ആര്യ വ്ളോഗ് നിർത്താതെ ഇടണം, ഞങ്ങളൊക്കെ കാണുന്നുണ്ട്, അവിടുത്തെ ഓരോ വിശേഷങ്ങളും എല്ലാം ഇടണം, ഞങ്ങൾക്കിതൊക്കെ കാണാൻ ഇഷ്ടമാണെന്നൊക്കെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് പറയാറുണ്ട്. ഒരുപാട് സന്തോഷം. എല്ലാവരും നിങ്ങളിതൊക്കെ കാണുന്നുണ്ടെന്ന് അറിയണോണ്ട് മാത്രമാണ് എനിക്കും പിന്നെ ഇതൊക്കെ ചെയ്യാനൊരു പ്രചോദനം. ഇല്ലെങ്കിൽ എനിക്കും ഒരു മടുപ്പായിരിക്കുമല്ലോ ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ വരുമ്പോഴാണ് ഞാനും കൂടുതൽ വ്ളോഗ് ഇടുന്നത്. അല്ലാണ്ട് കറക്റ്റ് ടൈമിൽ തന്നെ വ്ളോഗ് ഇടുക അങ്ങനെയൊന്നും എന്താ പറയുക, കണ്ടൻറ്റ് കുറവാണ് ആക്ച്വലി. അപ്പോൾ ഇങ്ങനത്തെ ഓരോ വിശേഷങ്ങളും പരിപാടികളെല്ലാം വരുമ്പോഴാണ് ഇടുക. അപ്പോൾ അത് എൻ്റെ അനിയനും ആനയ്ക്ക് അടയൊക്കെ കൊടുത്തു കേട്ടോ. നല്ല ഇഷ്ടമാണ് ആനയ്ക്ക് അട. കുട്ടിക്കാലത്തൊക്കെ ഞാനും കൊടുക്കുമായിരുന്നു. ഇപ്പം പിന്നെ എന്താ പറയുക, അതൊന്നുമില്ല. വലുതായപ്പോൾ ആ ഒരു ഇതൊക്കെ പോയി, എന്താ ചെയ്യുക. അപ്പോൾ അനിയനും അടയൊക്കെ കൊടുത്തിട്ടുണ്ട് ആനയ്ക്ക്. അപ്പം അതൊക്കെ അവർ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടുകാർ കുറേ പേര് വരും കേട്ടോ. അവർക്കൊക്കെ നമ്മൾ ഓരോ പുതിയ അടയെല്ലാം ഒരു പൊതിയിൽ കുറച്ച് അടയൊക്കെ ആക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കും. അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തി കാണിക്കണില്ല കേട്ടോ ഗൈസ്. അപ്പോൾ അതൊക്കെ അങ്ങനെ എല്ലാവർക്കും പ്രസാദം പോലെ എല്ലാവർക്കും കൊടുക്കും. വന്നവർക്ക് എല്ലാവർക്കും പ്രസാദം പോലെ കൊടുക്കും. അപ്പോൾ അതാ ഇനി ഞാൻ അട ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ അട ടേസ്റ്റിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ആ ടൈമിലത്തെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ അതാ അട സൂപ്പറായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇങ്ങനെ ഇരിക്കട്ടെ, എല്ലാവരും കാണുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അട എന്തായാലും ടേസ്റ്റ് സൂപ്പറായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അച്ഛനെ അവിടെ വന്ന് കളിയാക്കുന്നുണ്ട്, അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും അട സൂപ്പറായിരുന്നു. അപ്പോൾ എൻ്റെ കൺവെൻഷനൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ബൈ, സ്റ്റേ ട്യൂൺ.